ജമാഅത്ത് കൗൺസിൽ നാഷണൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ബാലരാമപുരം വഴിമുക്കിൽ ജുബൈരിയ നഗറിൽ നടന്നു. നാഷണൽ കമ്മിറ്റി ഓഫീസ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണെന്നും സംഘടനയിൽ പ്രവർത്തന മികവിന് കരുത്താണെന്നും നാടിന് ആശ്രയമായിരിക്കണമെന്നും ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് സംസാരിച്ചു. യോഗത്തിൽ ജമാഅത്ത് കൗൺസിൽ ഫൗണ്ടർ ഡോക്ടർ A. അഷ്റഫ് അധ്യക്ഷനായിരുന്നു. നെയ്യാറ്റിൻകര MLA A. ആൻസലൻ മുഖ്യാതിഥിയായി. 2026 ജമാഅത്ത് കൗൺസിൽ നാഷണൽ കമ്മിറ്റി കലണ്ടർ പ്രകാശനം ചെയ്തു. നാഷണൽ ചെയർമാൻ വെഞ്ഞാറമൂട് MS ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്ത് കൗൺസിൽ നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം മിസ്ബാഹി സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. രാവിലെ 7:30 ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടനാ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ N. ഷംസുദ്ദീൻ ഹാജി, നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MA സാദത്ത്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹുമയൂൺ കബീർ, ജമാഅത്ത് കൗൺസിൽ കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഗഫൂർ, നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ളക്കുട്ടി പട്ടാമ്പി, നേതാക്കളായ ഡോക്ടർ പുഴനാട് താജുദ്ദീൻ, ഡോക്ടർ അബു കണ്ണൂർ, ഡോക്ടർ നസീർ നിർമ്മങ്ങാട്, ഷമീർ കണ്ണൂർ, CMP നേതാവ് നിസാർ ബാലനാപുരം, SDPA നേതാവ് സക്കീർ ഹുസൈൻ, അബ്ദുൾ വാഹിദ് വൈദ്യർ മസ്കറ്റ്, അബ്ദുൾ സുജ, ജില്ലാ സെക്രട്ടറി ഖാദർ പൂവാർ, താജുദ്ദീൻ തിരുമല, ഷാജഹാൻ വിഴിഞ്ഞം, ആലിം കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ഹക്കീം വഹബി, നാഷണൽ സെക്രട്ടറി നാഞ്ചിൽ നാസർ, JS ഷമീം ലക്ഷദ്വീപ്, INTUC നേതാവ് നസീർ, സുലൈമാൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ജമാഅത്ത് കൗൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്ത് കൗൺസിൽ എന്ന സംഘടന രൂപീകൃതമായിട്ട് 8 സംവത്സരം പൂർത്തിയാവുകയാണ്. 8ാമത് വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ദേശീയ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ നവീകരണവും അതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംഘടന കേരളത്തിൻ്റെ 14 ജില്ലകളിലും കമ്മിറ്റികളും മറ്റ് പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക ഒരു സംഘടനയാണ് ജമാഅത്ത് കൗൺസിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്നു, ഈ സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ ബാലരാമപുരം അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ പ്രയത്നമാണ് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയത്. ഇന്നത്തെ ഈ ദിവസം ജമാഅത്ത് കൗൺസിലിൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ്. നാഷണൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് അത്യാധുനിക രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ഓഫീസിനെ ഇവിടെ തുറക്കപ്പെടുകയാണ്. ആ ഒരു ഓഫീസ് തുറക്കപ്പെടാൻ സാക്ഷ്യം വഹിച്ചത് സംഘടനയുടെ ചെയർമാനായ ശ്രീ വെഞ്ഞാറമൂട് ഷാജി സാർ അവറുകളാണ്. ഈ ഒരു സാന്നിധ്യം ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വരും പ്രവർത്തനങ്ങൾക്കും നിലനിൽപ്പിനും വലിയ മുതൽക്കൂട്ടായിട്ട് മാറട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഈ വിനീതൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ ഈ ജമാഅത്ത് കൗൺസിലിനുള്ള ഒരു പ്രസ്ഥാനം 2018 ജൂൺ മാസം ഏകദേശം 8 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം ജില്ല, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് വഴിമുക്കുന്ന ഒരു സ്ഥലത്ത് ഏകദേശം 120 സ്ക്വയർ ഫീറ്റിൽ ഒരു തുച്ഛമായ ഒരു 3 പേരിൻ്റെ ഭാഗമായി തുടക്കം കുറിച്ചെങ്കിലും ഇന്ന് 8 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് ഒരു ആലമരം പോലെ കേരളത്തിൽ മാത്രം തുടക്കം കുറിച്ച ഈ സംഘടന തമിഴ്നാട്, കർണാടക, തെലുങ്കാന, രാജസ്ഥാൻ, ന്യൂഡൽഹി, കാശ്മീർ ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലും ആൻഡമാൻ ദ്വീപ്, ലക്ഷദ്വീപ് ഉൾപ്പെടെ 2 ദ്വീപുകളിലും കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഒത്തിരി സ്ഥലങ്ങളിലും ഇത് വ്യാപിക്കുന്ന രീതിയിൽ തന്നെ ജനസേവനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയ മഹത്തായ ഒരു പ്രസ്ഥാനമായി മാറിത്തീർന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ ഒരു 10-250 നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള നമ്മളുടെ മെമ്പർമാർ ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട്
തൻ്റെ സമയം ശരീരം സമ്പത്ത് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 8 വർഷം കഴിയുമ്പോൾ ഇത് വലിയ ലെവലിൽ ഇത് പ്രവർത്തനം വിജയത്തിലേക്ക് മാറി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ഒരു ദിവസം. ഇന്നത്തെ ഒരു ദിവസം ജമാഅത്ത് കൗൺസിലിന് ആർക്കും മായ്ക്കാനോ മറക്കാനോ പറ്റാത്ത ഒരു ദിവസമാണ്. നമ്മളുടെ സംഘടന ജമാഅത്ത് കൗൺസിലിനുള്ള ഒരു സംഘടന കേരളത്തിൽ തുടക്കം കുറിച്ചെങ്കിലും ഇന്ന് നാഷണൽ ലെവലിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരയ്ക്കും നമ്മളുടെ സംഘടന വളർന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അധ്വാനം പറയണത് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഉള്ള നാഷണൽ ചെയർമാനായ ശ്രീ വെഞ്ഞാറമൂട് എം എസ് ഷാജി സാറ്, അദ്ദേഹം തുടക്കം മുതൽ തന്നെ കേരളത്തിൻ്റെ ചെയർമാനായിരുന്നു. സംഘടന വളർന്നപ്പോൾ ഇപ്പോൾ സംഘടന നാഷണൽ ചെയർമാനായി മാറി. അദ്ദേഹത്തിൻ്റെ സേവനം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ആളായി ഉള്ള ഡോക്ടർ എൻ ശംസുദ്ദീൻ ഹാജി, അദ്ദേഹമാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു രക്ഷാധികാരി. കൂടാതെ എൻ്റെ വിനീതനായ ഞാനും ഇതിൻ്റെ പുറമെ തന്നെ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ്, ഓർഗനൈസ് സെക്രട്ടറി, വിദേശത്തിൽ തന്നെ നമ്മളുടെ ഒരു പ്രവർത്തകരുണ്ട് ഷാജി തോട്ടിങ്കര, അത് മിഡിൽ ഈസ്റ്റ് മൊത്തം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം. കേരളത്തിൽ എൻ്റെ കൂടെ തന്നെ ഡോക്ടർ AK അബ്ദുൽ ഗഫൂർ ഹാജി മലപ്പുറം. പേരെടുത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിലും ഇതിൻ്റെ പോർച്ചുഗൽ സംഘടന ഇപ്പം വന്നെങ്കിൽ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പോർച്ചുഗൽ സംഘടനയായ 6 സംഘടന കൂടെ നമ്മൾ ഇതിൽ രൂപീകരിക്കാൻ സാധിച്ചു. അതിലുള്ള ആദ്യത്തെ ഒരു പോർച്ചുഗൽ സംഘടനയായ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനസേവനം, അത് വലിയ ഒരു ജനസേവനം തന്നെ. ഇന്ന് 2000 എപ്പിസോഡ് വരയ്ക്ക് മാറിക്കഴിയുന്ന രീതിയിൽ ഇസ്ലാമിയ വിജ്ഞാന ക്ലാസ് ഡെയിലി ഓൺലൈൻ വഴി തന്നെ ഏകദേശം 8 വർഷമായി തുടർച്ചയായിട്ട് ഇതിൻ്റെ പിന്നെ 10-12 പണ്ഡിതന്മാർ അടിനിരത്തിക്കൊണ്ട് തന്നെ ഒരു വേതനം കൂടെ ഇല്ലാതെ തന്നെ, ഒരു സാലറി ഇല്ലാതെ തന്നെ അല്ലാഹുവിൻ്റെ തൃപ്തിക്കത്തിക്ക് വേണ്ടി മാത്രം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഭൗതികമായും വിജ്ഞാനമായുമുള്ള പാകമായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനം ജമാഅത്ത് കൗൺസിൽ. പ്രസ്ഥാനം അതിൻ്റെ ആലിം കൗൺസിലിൻ്റെ സംസ്ഥാന കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഡോക്ടർ അബ്ദുൽ കലാം മിസ്വാഹി ഉൾപ്പെടെ യൂത്ത് കൗൺസിൽ, മിഡിൽ ഈസ്റ്റ് കൗൺസിൽ, വനിതകൾക്ക് വേണ്ടിയ നിസാ കൗൺസിൽ, ലേബർ കൗൺസിൽ, അങ്ങനെ നമ്മളുടെ പോർച്ചുഗൽ സംഘടനയിൽ തന്നെ ഇപ്പോൾ 6 സംഘടനയാണ് ഈ കേരളത്തിൽ മാത്രമല്ല നാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അത് മാത്രമല്ല, ഇത് വെറും പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ജനസേവനമുള്ളത് നമ്മളുടെ ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനസേവനം ചെയ്യുന്ന ഭാഗമായിട്ട് നാം 8 പേർക്ക് തന്നെ ഇതിൻ്റെ ഭവന പദ്ധതി ഭാഗമായിട്ട് വീട് വയ്ക്കാനുള്ള ഒരു അവസരവും വീട് വെച്ചും ഭവനം വെച്ചും കൊടുത്തിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ആ പ്രയോജനം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പല മേഖലകൾ, അത് മെഡിസിനായാലും ശരി, അത് മുതുമുത്തച്ഛി സംരക്ഷണ സമിതിയാലും ശരി, ഒരു 5-6 ഭാഗമായിട്ട് നാം ഇതിൻ്റെ സേവനങ്ങൾ ചാരിറ്റിയുടെ ഭാഗമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് ഇതിൻ്റെ വളർച്ച ആ ലെവൽ മുന്നേറി പോയിക്കൊണ്ടിരിക്കും. ഷംസീർ സാറിൻ്റെ വീട്ടിൽ നമ്മൾ എത്രയോ പ്രാവശ്യം പല തരത്തിലുള്ള പരിപാടികൾക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ പരിപാടികളിലും എന്നെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കേരള ജമാഅത്ത് കൗൺസിലിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്, നാഷണൽ കമ്മിറ്റിയുടെ ഓഫീസാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായും ഒട്ടനവധി നന്മ നിറഞ്ഞ പരിപാടികൾ ജമാഅത്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. നാട്ടിൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകൾ, മയക്കുമരുന്നും മദ്യവും എല്ലാം നാട്ടിൽ വളർന്നു വരുമ്പോൾ ജമാഅത്ത് കൗൺസിൽ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരെ വലിയ പ്രവർത്തന പദ്ധതികളാണ് തയ്യാറാക്കേണ്ടത്. അതിനെല്ലാം ഈ ഓഫീസ് അതിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 2018 പ്രവർത്തനം ആരംഭിച്ച ജമാഅത്ത് കൗൺസിലിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്.
ഇപ്പോൾ രാജ്യത്തുടനീളം തന്നെ ഇതിൻ്റെ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനാണ് ഒരു ഓഫീസ് നമ്മൾ ക്രമീകരിക്കുന്നത്. ആ തരത്തിൽ 2025 ഇന്നേ ദിവസം നമുക്ക് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഓഫീസ്, അതിൻ്റെ ഉദ്ഘാടനം ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ നടക്കുകയാണ്. ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളാകെ പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, മൊത്തത്തിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒരു ഏകോപനം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ഈ ഓഫീസിന് സാധ്യമാകും. നമുക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നതിനേക്കാൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ ഒരു ഓഫീസ് നമുക്ക് പ്രവർത്തനക്ഷമമാകുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥ വളരെ അഭിനന്ദനീയമാണ്. അക്കാര്യത്തിൽ ജമാഅത്ത് കൗൺസിൽ ഇന്നലെ വരെ കൈവരിച്ച നേട്ടം കൂടുതൽ ശോഭയോടുകൂടി കൊണ്ടുപോകുന്നതിന് സാധിക്കും. ഭാരവാഹികളായിട്ടുള്ള പ്രിയമുള്ളവർ, പ്രിയപ്പെട്ട കാക്കയുടെ ഭാര്യ ജുബേരിയ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഒരു ഓഫീസ് മന്ദിരം നിർമ്മിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അത് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്ത് കൗൺസിലിൻ്റെ പേരിലൊരു കൂട്ടായ്മ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. നമ്മളെല്ലാം സുഖമായി ജീവിക്കുമ്പോഴും വിവിധങ്ങളായ കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എത്ര പരിഷ്കൃത സമൂഹത്തിലും മനുഷ്യൻ അടിതെറ്റി വീഴാം. നല്ല സൗകര്യങ്ങളോട് ജീവിച്ചിരുന്ന ആളുകൾ പോലും പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിമറിയുകയും ദുരിതപൂർണമായി മാറുകയും ചെയ്യും. അപ്പോഴും പലപ്പോഴും പലരും അവരെ സഹായിക്കാനോ സംരക്ഷിക്കാനോ കഴിയാത്തൊരവസ്ഥയിലെത്തും. അങ്ങനെയുള്ള ദീനാനുകമ്പരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത്. അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സംരക്ഷണം, അതിനാവശ്യമായ സഹായം, ആരോഗ്യപരമായ കാര്യങ്ങൾ നേരിടുന്നവർക്ക് നല്ല ശുശ്രൂഷ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണം, ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ചിലപ്പോൾ വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് ഒരു വീട് കണ്ടെത്തി സംരക്ഷിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം, ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ വെറുതെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ വെറുതെ ജീവിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ കാലത്തുണ്ട്. കുന്നുകൂട്ടി വയ്ക്കാൻ കഴിയുന്ന പണവും സമ്പത്തുമെല്ലാം കൈവശം വെച്ച് മറ്റുള്ളവർക്ക് സഹായകരമല്ലാതെ ജീവിച്ച് മരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്കൊരു അർത്ഥവുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു താങ്ങും തണലുമായി മനുഷ്യൻ മാറുമ്പോഴാണ് ആ മനുഷ്യ ജീവിതത്തിനൊരു പൂർണ്ണതയുണ്ടാകുന്നത്. അവിടെയാണ് നമുക്കൊറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു കൂട്ടായ്മ രൂപീകരിച്ച്, ജമാഅത്ത് കൗൺസിൽ എന്ന രൂപത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമുക്കൊന്നിച്ച് രൂപം കൊടുത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഗണ്യമായ നിലയിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. അതിനൊരു അടിസ്ഥാനം എന്ന രൂപത്തിലേക്ക് നമുക്ക് ഒന്നിച്ചിരിക്കുവാൻ, കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ, ശരിയായ തീരുമാനത്തിലേക്ക് എത്തുവാൻ, നമ്മുടെ മുന്നിൽ വരുന്ന അപേക്ഷകൻ അർഹനാണോ എന്ന് പരിശോധിച്ച് അർഹതപ്പെട്ടവരാണെങ്കിൽ അവരുടെ കണ്ണീരൊപ്പുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും ഉള്ള കൂട്ടായ്മ നമുക്ക് ശക്തിപ്പെടുത്തി പോകുന്നതിന് ഈ ഓഫീസ് ഏറെ ഗുണകരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മതനിരപേക്ഷമായിട്ടുള്ള സമൂഹമാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാത്ത പ്രത്യേകത ഈ കൊച്ചു കേരളത്തിലുണ്ട്. അത് നമ്മളും നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാമഹന്മാരും അടക്കമുള്ള എല്ലാവരും നൽകിയ ദാനമാണ്. ഒരു കാലത്ത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സമീപനം ഉണ്ടായിരുന്നൊരു ഭൂപ്രദേശമാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂറും കേരളവുമല്ല. ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യനെ പരസ്പരം കലഹപ്രിയരാക്കുകയും തമ്മിലടിപ്പിക്കുകയും അവഗണിക്കുകയും ചവിട്ടിമതിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യനെ നേരിൻ്റെ വഴിയിലേക്ക് ശക്തിയായി കൊണ്ടുവരുന്നതിനും എല്ലാവരെയും സ്നേഹിക്കാൻ പ്രാപ്തരാക്കുകയും എല്ലാ മതവിശ്വാസവും മനുഷ്യന് നൽകുന്ന സംഭാവന ചെറുതല്ല, അത് മനുഷ്യനെ സ്നേഹിക്കാനും സാഹോദര്യ തുല്യം എല്ലാവരെ കാണുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ അടിത്തറയാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്കറിയാം വർഗീയമായിട്ടുള്ള അസ്വസ്ഥതകൾ
ഏതെങ്കിലും തലത്തിൽ തലപൊക്കിയാൽ പോലും അത് ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതിനെതിരായി ശക്തിയായി കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം എപ്പോഴും ജാഗ്രതയോടുകൂടി പ്രതിരോധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. നമ്മളെല്ലാം മൺമറഞ്ഞു പോയാലും നമുക്ക് ശേഷം നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ എല്ലാം ഈ സമൂഹത്തിനകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന അടിത്തറ പാകുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അവിടെയാണ് ജമാഅത്ത് കൗൺസിലിൻ്റെയൊക്കെ മനുഷ്യസ്നേഹപരമായ ഇടപെടലുകൾ, നിസ്സീമമായിട്ടുള്ള സഹകരണം, അതെല്ലാം കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും നിങ്ങളുടെ സംഘടനയ്ക്ക് കഴിയട്ടെ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ. ഈ ഓഫീസിന് ഇതിനാവശ്യമായ സഹായങ്ങളും സ്ഥലവുമൊക്കെ നൽകുന്നതിന് മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട കാക്കയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കുന്ന ജുബൈദിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അമ്മ നമ്മുടെ എല്ലാം ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കുവാൻ ഈ ഓഫീസ് എപ്പോഴും ഒരു കാരണമായി മാറട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.